പാറുവിന് അന്ന് രാത്രി ഉറക്കം അന്യമായിരുന്നു. മുറിയിലെ സ്വിച്ച് ഓഫ് ചെയ്ത് ഇരുട്ടിന്റെ തടവറയിലേക്ക് അവൾ സ്വയം ചുരുണ്ടുകൂടിയെങ്കിലും ആ കൂരിരുട്ട് അവളെ ഒട്ടും ആശ്വസിപ്പിച്ചില്ല. കട്ടിലിൽ കിടന്ന് കണ്ണുകൾ മുറുകെ അടയ്ക്കുമ്പോൾ കൺപോളകൾക്കിടയിലൂടെ ഇരുട്ടിനേക്കാൾ കറുത്ത ചിന്തകൾ അവളിലേക്ക് ഇരച്ചു കയറി. ചില രാത്രികൾ അങ്ങനെയാണ്. ശരീരം അതീവ ക്ഷീണത്താൽ തളർന്നു പോയിട്ടുണ്ടാകും. പക്ഷേ മനസ്സ് ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ ഓടിക്കൊണ്ടിരിക്കും. ഒരേ ചിന്ത, ഒരേ ഭയം, ഒരേ വേദന. പാറുവിൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. സിദ്ധാർത്ഥ് പകൽ പറഞ്ഞ വാക്കുകൾ ഓരോന്നായി അവളുടെ മനസ്സിൽ മാറ്റൊലിക്കൊണ്ടിരുന്നു. എന്തു പ്രശ്നമാണെങ്കിലും തുറന്നു പറഞ്ഞാൽ കുറച്ചെങ്കിലും ഭാരം കുറയും. അമലിൻ്റെ വാക്കുകളും അതുതന്നെയായിരുന്നു. പക്ഷെ അവർക്കെങ്ങനെ മനസ്സിലാകും താൻ അനുഭവിക്കുന്ന ഈ നരകം പുറത്തു പറഞ്ഞാൽ അതാരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന്? വിശ്വസിച്ചാൽ പോലും താൻ പറഞ്ഞതുകൊണ്ട് അവർക്കെന്തെങ്കിലും സംഭവിച്ചാലോ? ആ ചിന്ത വരുമ്പോൾ അവളുടെ നെഞ്ച് വല്ലാതെ വിറയ്ക്കും. സിദ്ധാർത്ഥിനോടും അമലിനോടും സംസാരിച്ചതിന് അവർക്കെന്തെങ്കിലും ദോഷം വന്നാൽ, താൻ കാരണമാണ് അവർ അപകടത്തിൽപ്പെടുന്നതെങ്കിൽ അതിനുള്ള മറുപടി താൻ എവിടെ പോയി പറയും? അപ്പോഴാണ് തലയണയുടെ അരികിൽ കിടന്നിരുന്ന ഫോൺ നിശബ്ദതയെ ഭേദിച്ച് ചെറുതായി വൈബ്രേറ്റ് ചെയ്തത്. ആ ശബ്ദം ഒരു ബോംബ് പൊട്ടുന്നതിനേക്കാൾ ഭീകരമായി അവൾക്ക് അനുഭവപ്പെട്ടു. രാത്രി 12:30. ഈ നേരത്ത് ആരാണ് മെസ്സേജ് അയക്കുന്നത്? പാറുവിൻ്റെ ശരീരം ഒന്ന് വിറച്ചു. ഫോൺ തുറക്കാൻ അവൾക്ക് ഭയമായിരുന്നു. എന്നാൽ തുറക്കാതിരുന്നാൽ വരാനിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നില്ല എന്ന പേടി അതിലേറെയും ഉണ്ടായിരുന്നു. വിറയ്ക്കുന്ന വിരലുകളോടെ അവൾ സ്ക്രീൻ അൺലോക്ക് ചെയ്തു. ഒരു പുതിയ മെസ്സേജ്, പരിചയമില്ലാത്ത നമ്പർ. ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. അവൾ അത് വായിച്ചു. നിന്റെ അവസ്ഥ മറ്റുള്ളവരോട് പറയുമ്പോൾ നിനക്ക് മാത്രമല്ല അവർക്കും അതിൻ്റെ വില കൊടുക്കേണ്ടി വരും. ഒരൊറ്റ വരി. പക്ഷേ ആ വരി പാറുവിൻ്റെ ഉള്ളിലെ അവസാനത്തെ പ്രകാശത്തെയും കെടുത്തിക്കളഞ്ഞു. അവളുടെ മുഖത്തെ രക്തം മുഴുവൻ വാർന്നൊലിച്ചു പോയതുപോലെ വിളറി വെളുത്തു. ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ അവൾ ആ മെസ്സേജിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഹൃദയം നിയന്ത്രണം വിട്ട് പിടയ്ക്കുന്നു. പെട്ടെന്നാണ് അവളുടെ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് തിരിഞ്ഞത്. ഇതുവരെ താൻ ശ്രദ്ധിക്കാതെ പോയ ഒന്നുണ്ടായിരുന്നു. ഈ നമ്പർ, ഈ എഴുതിയ രീതി, ഈ ഭാഷ. ഇത് വൈശാഖ് സാർ അയക്കുന്ന മെസ്സേജുകൾ പോലെയല്ല. വൈശാഖിൻ്റെ മെസ്സേജുകൾ ഒരു തരം അധികാരത്തിൻ്റെ ഗന്ധമുണ്ട്. തന്നെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെന്ന അഹങ്കാരവും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാനും തനിക്ക് കഴിയും എന്ന ധൈര്യവും ആ വരികളിൽ പ്രതിഫലിക്കാറുണ്ട്. അതുപോലെ ബയോളജി ക്ലാസ്സിലെ ചുറ്റിപ്പറ്റിയായിരിക്കും അയാളുടെ മെസ്സേജുകളെല്ലാം. എന്നാൽ ഇത് ഇരുട്ടിൽ ഒളിച്ചിരുന്ന് കല്ലെറിയുന്ന ഒരാളുടെ ഭാഷയാണ്. നിഴലിൽ നിന്ന് നിരീക്ഷിക്കുന്നവൻ്റെ ക്രൂരത. ആ നിമിഷം അവളുടെ മനസ്സിൽ വീണ്ടും ഒരു കാര്യം സ്ഫടികം പോലെ തെളിഞ്ഞു. രണ്ടാമത്തെ നമ്പർ വൈശാഖിൻ്റേതല്ല. വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ അത് അവളെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ആരാണിത്? താൻ ആകെ പേടിച്ചിരുന്നത് വൈശാഖിനെ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ ഇരയാക്കപ്പെട്ടത് ഒരാളുടേതല്ല, അതിലേറെ വലിയൊരു വലയിലാണ്. ഈ സത്യം അവളുടെ ഭയത്തിൻ്റെ ആഴം കൂട്ടി. എവിടെയാണ് ഈ അജ്ഞാതൻ? ആരാണവൻ? എന്തിനാണ് അവൻ തന്നെ വേട്ടയാടുന്നത്? ഇതിനൊന്നും ഉത്തരമില്ലാത്തതാണ് അവളെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത്. സത്യത്തിൽ ഇതിനെക്കുറിച്ച് അവൾക്ക് നേരത്തെ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ വീണ്ടും ആ സംശയം ശരിയാണെന്നുള്ള തെളിവുകൾ കിട്ടുമ്പോൾ അവളുടെ ഭയം ഏറിപ്പോവുകയാണ്. ഫോൺ ഓഫ് ചെയ്യാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ കൈകൾ അതിന് വഴങ്ങിയില്ല. ഒരുപക്ഷെ വീണ്ടും മെസ്സേജ് വന്നാലോ? വീണ്ടും എന്തെങ്കിലും വീഡിയോ അയച്ചാലോ? ആപത്ത് വരുന്നത് അറിയാനെങ്കിലും പേടിയോടെ അവൾ ഫോണിനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. എന്തിന്? അവൾ പതിയെ ചോദിച്ചു. ആ ചോദ്യം ആരോടായിരുന്നു? ജീവിതത്തോടോ? ദൈവത്തോടോ? അതോ തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന ആ നിഴൽ രൂപത്തോടോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവളുടെ ശബ്ദം വിങ്ങിപ്പൊട്ടി. ആ മുറിയിൽ അവളുടെ തേങ്ങലുകൾക്ക് മറുപടി പറയാൻ ആരുമുണ്ടായിരുന്നില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ഏകാന്തത എന്നത് ചുറ്റും ആരുമില്ലാത്തതല്ല, മറിച്ച് ഉള്ളിലെ വേദന മറ്റൊരാളോട് പങ്കുവയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പാറു ആ അവസ്ഥയുടെ പാരമ്യത്തിലായിരുന്നു. വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. സ്കൂളിൽ 100 കണക്കിന് കുട്ടികളുണ്ട്. എന്നിട്ടും അവൾ അനാഥയാണ്. കൂട്ടിന് ആളുണ്ടായിട്ടും തനിച്ചാണ്. ചില പക്ഷികൾക്ക് കൂട്ടിലടയ്ക്കപ്പെട്ടാലും ആകാശത്തെ പേടിയാണ്. ആ ഭയം അവളിൽ ചെറുപ്പത്തിലേ തന്നെ വേരൂന്നിയതാണ്. അനുമതിയില്ലാതെ ഒരു ചുവട് വയ്ക്കാൻ പോലും പേടിക്കുന്നവളായി അവൾ മാറിപ്പോയി. അതുകൊണ്ടാണ് തന്നെ സഹായിക്കാൻ വരുന്ന കൈകളെ പോലും അവൾ ഭയക്കുന്നത്. അവൾ മുട്ടുകൾക്കിടയിൽ മുഖം പൂഴ്ത്തിയിരുന്നു.
ശബ്ദമില്ലാത്ത കരച്ചിൽ, ആരും അറിയാത്ത, ആരും കേൾക്കാത്ത വേദന. ആ രാത്രി അവൾക്കൊരു കാര്യം കൂടി മനസ്സിലാക്കി കൊടുത്തു. താൻ 2 ശത്രുക്കളുടെ പിടിയിലാണ്. ഒരാൾ വൈശാഖാണ്, രണ്ടാമൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന നിഴൽ. അവൻ ആരാണെന്ന് തിരിച്ചറിയാത്ത കാലത്തോളം ഈ ഭയം അവസാനിക്കില്ല. താൻ ആരോടും പറയാതെ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ പോലും അവർക്കറിയാം. താൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ അത് അവർ അറിയുന്നു. ഇതിൻ്റെ അർത്ഥം താൻ നിരീക്ഷിക്കപ്പെടുകയാണ്, വളരെ അടുത്തു നിന്ന്. ആ തിരിച്ചറിവ് ഭീഷണിയേക്കാളും ഭയാനകമായിരുന്നു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. പക്ഷേ ഇരുട്ടിനപ്പുറം തന്നെ നോക്കി നിൽക്കുന്ന ആ കണ്ണുണ്ടെന്ന ബോധ്യം അവളെ ഒരു നിമിഷം പോലും സമാധാനത്തോടെ കിടക്കാൻ അനുവദിച്ചില്ല. ട്യൂഷൻ ക്ലാസ് തുടങ്ങാൻ ഇനിയും 10 മിനിറ്റോളം ബാക്കിയുണ്ടായിരുന്നു. എങ്കിലും സിദ്ധാർത്ഥ് പതിവില് നേരത്തെ തന്നെ ക്ലാസ് മുറിയിലെത്തിയിരുന്നു. കസേരയിലേക്ക് തളർന്നിരിക്കുമ്പോഴും അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു ചലച്ചിത്രം പോലെ അവൻ്റെ കൺമുന്നിൽ തെളിയുകയായിരുന്നു. പാറുവിൻ്റെ കണ്ണുകളിലെ അഗാധമായ ഭയം. അവൾ ട്യൂഷൻ മുറിയിൽ വെച്ച് വിതുമ്പിയ ആ നിമിഷം, തകർന്ന സ്വരത്തിൽ അവൾ പറഞ്ഞ ആ വാക്കുകൾ, എനിക്കാരുമില്ല. അത് അവൻ്റെ ഉള്ളിൽ ഒരു വലിയ മുറിവായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ക്ലാസ് മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ അവൻ ആ ഭാരങ്ങളെല്ലാം മനസ്സിൽ പൂട്ടിവെച്ചു. ഒരു അധ്യാപകൻ തൻ്റെ വേദനകൾ കുട്ടികളിലേക്ക് പകരേണ്ടവനല്ല, മറിച്ച് തളർന്നു നിൽക്കുന്നവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ടവനാണ്. അവൻ മുഖത്തൊരു കൃത്രിമമല്ലാത്ത പുഞ്ചിരി വരുത്തി. പതിയെ കുട്ടികൾ ഓരോരുത്തരായി ക്ലാസ്സിലേക്ക് വരാൻ തുടങ്ങി. മീരയും കാർത്തിക്കും തങ്ങളുടെ പതിവ് ബഹളങ്ങളുമായി എത്തി. അമൽ പതിവ് പോലെ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. പാറുവും ക്ലാസ്സിലെത്തിയിരുന്നു. മറ്റുള്ളവരുമായി ഒരു വാക്കുപോലും സംസാരിക്കാതെ തലകുനിച്ച് അവൾ ഏറ്റവും മൂലയിലുള്ള ബെഞ്ചിൽ ഒതുങ്ങിയിരുന്നു. അവൾക്ക് നേരെ നോക്കിയ സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണിന് താഴെയുള്ള ചെറിയ കറുപ്പ് പടലങ്ങളിൽ പതിഞ്ഞു. ഉറക്കമില്ലാത്ത രാത്രികളുടെ ബാക്കി പത്രം. ആ കാഴ്ച അവൻ്റെ നെഞ്ചിൽ ഒരു ചെറിയ കുത്തൽ ഉണ്ടാക്കിയെങ്കിലും അവൻ അവളോടൊന്നും ചോദിച്ചില്ല. ബെൽ മുഴങ്ങിയതോടെ ക്ലാസ് മുറി നിശബ്ദമായി. സിദ്ധാർത്ഥ് പതിയെ എഴുന്നേറ്റ് ബോർഡിന് മുന്നിലേക്ക് നടന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം മേശപ്പുറത്ത് വെച്ച് അവൻ കുട്ടികളെ ഓരോരുത്തരായി നോക്കി. ഇന്ന് പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവൻ്റെ ശബ്ദത്തിൽ ഒരു ഗൗരവമുണ്ടായിരുന്നു. എല്ലാവരും അവനിലേക്ക് ഉറ്റുനോക്കി. സിദ്ധാർത്ഥ് ഒന്ന് പുഞ്ചിരിച്ചു. നിങ്ങളിൽ എത്ര പേർക്ക് പഠിക്കാൻ പേടിയുണ്ട്? അവൻ ചോദിച്ചു. ക്ലാസ്സിൽ ചെറിയൊരു ഒച്ചപ്പാടുണ്ടായി. കുറേ കുട്ടികൾ കൈ ഉയർത്തി. ചിലർ പരസ്പരം നോക്കി നാണത്തോടെ ചിരിച്ചു. ശരി, എന്നാൽ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചാലും അവസാനം ഞാൻ തോൽക്കുമെന്നും എനിക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ലെന്നും? ഈ ചോദ്യത്തിന് ഉയർന്ന കൈകളുടെ എണ്ണം കൂടുതലായിരുന്നു. പാറുവും അറിയാതെ തലയുയർത്തി സിദ്ധാർത്ഥിനെ നോക്കി. ആ നിമിഷം അവൾക്ക് തോന്നി തൻ്റെ മനസ്സിലിരിപ്പ് അവൻ വായിച്ചെടുക്കുകയാണെന്ന്. അതാണിന്ന് നമ്മൾ സംസാരിക്കാനുള്ള വിഷയം. സിദ്ധാർത്ഥ് കുറച്ചുകൂടി അടുത്തേക്ക് വന്നു. നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. ഒരു കുട്ടി പരീക്ഷയിൽ തോറ്റാൽ എല്ലാവർക്കും അവനെ കുറ്റം പറയാൻ വലിയ ഇഷ്ടമാണ്. നീ നന്നായി പഠിച്ചില്ല, നീ വലിയ മടിയനാണ്, നീ ഒട്ടും ശ്രമിച്ചില്ല, ആ അവനെ നോക്ക്, ഈ ഇവളെ നോക്ക്. ഇത്തരം 100 കണക്കിന് കുറ്റപ്പെടുത്തലുകൾ ആ കുട്ടി കേൾക്കുന്നു. പക്ഷെ ആരും ഒരിക്കലും ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. അവൻ അല്പനേരം നിർത്തി. ക്ലാസ് മുറിയിൽ മരണം പോലത്തെ നിശബ്ദത. ആ കുട്ടി സ്വന്തം പരിമിതികൾക്കുള്ളിൽ നിന്ന് എത്രത്തോളം പരിശ്രമിച്ചിരുന്നു എന്ന് ആരും നോക്കാറില്ല. പാറുവിൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. അവളുടെ ഉള്ളിലെവിടെയോ ഒരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നി. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ എല്ലാ വിജയികളും എപ്പോഴും ജയിച്ചവർ മാത്രമായിരുന്നില്ല. അവർ പലതവണ തോറ്റവരാണ്. പക്ഷെ അവർ തോൽവിയെ സ്വന്തം ജീവിതത്തിൻ്റെ അന്ത്യമായി കണ്ടില്ല. അവർ തോൽവിയെ തങ്ങളുടെ വിലയായി കണക്കാക്കിയില്ല. അമൽ പോലും ഇത് കേട്ട് തുടങ്ങിയപ്പോൾ ക്ലാസ് നിർത്തിവെച്ച് ഗൗരവത്തോടെ സിദ്ധാർത്ഥ് പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ ശബ്ദം കൂടുതൽ ദൃഢമായി. നിങ്ങൾ ഒരു പരീക്ഷയിൽ തോറ്റേക്കാം, ഒരു പക്ഷേ വലിയൊരു മത്സരത്തിൽ പരാജയപ്പെട്ടേക്കാം. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ മോശക്കാരാകുന്നില്ല. ഒരു മാർക്ക് ഷീറ്റിന് നിങ്ങളുടെ മൂല്യം തീരുമാനിക്കാൻ കഴിയില്ല. ഒരു റിസൾട്ടിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ അധികാരമില്ല. കുട്ടികൾ ഓരോരുത്തരും ചിന്തയിലാണ്ടു. സിദ്ധാർത്ഥ് വീണ്ടും തുടർന്നു. ഒരു കർഷകൻ വിത്ത് നട്ട ഉടനെ വിളവ് ലഭിക്കുമോ? ഇല്ല. അവൻ ദിവസങ്ങളോളം കാത്തിരിക്കും. മഴ വരും, വെയിൽ വരും, ചിലപ്പോൾ വിള നശിച്ചു പോകും. എന്നിട്ടും അടുത്ത വർഷം അവൻ വീണ്ടും വിത്ത് പാകും. കാരണം അവനറിയാം പരാജയം ഒരിക്കലും അവസാനമല്ല എന്ന്. ആ വാക്കുകൾ പാറുവിനെ വല്ലാതെ സ്പർശിച്ചു. സിദ്ധാർത്ഥ് അവൾക്ക് കേവലം ഒരു അധ്യാപകൻ മാത്രമായിരുന്നില്ല. ആദ്യമായി മനസ്സിനെ തൊട്ടറിയുന്ന ഒരു സുഹൃത്തായി അവൾക്ക് തോന്നിത്തുടങ്ങി. അവൻ ബോർഡിൽ വലിയ അക്ഷരത്തിൽ എഴുതി,
പരിശ്രമം. നിങ്ങൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ പഠിക്കുന്നത് ആരും കാണില്ല. നിങ്ങൾ കരഞ്ഞുകൊണ്ട് പുസ്തകം തുറക്കുന്നത് ആരും അറിയുന്നില്ല. നിങ്ങൾ ജീവിതം കൊണ്ട് പൊരുതുമ്പോൾ പുറത്തുള്ളവർ നിങ്ങളെ മടിയന്മാർ എന്ന് വിളിച്ചേക്കാം. പാറുവിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. താൻ അനുഭവിച്ചതെല്ലാം അവൻ എങ്ങനെ അറിഞ്ഞു? പക്ഷേ നിങ്ങളുടെ പരിശ്രമം നിങ്ങൾക്കറിയാം, ദൈവത്തിനറിയാം. മറ്റുള്ളവരുടെ കയ്യടി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ മനസാക്ഷിയുടെ മുന്നിൽ നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയണം. സിദ്ധാർത്ഥിന്റെ കണ്ണുകളിലെ ആത്മാർത്ഥത ക്ലാസ്സിലെ ഓരോ കുട്ടിയും തിരിച്ചറിഞ്ഞു. അഭിനയിക്കാൻ കഴിയാത്തൊരു സത്യസന്ധത അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം മാത്രം ചോദിക്കും. ഒരിക്കലും നിങ്ങളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യരുത്. അവൾ ഫുൾ മാർക്ക് വാങ്ങി, അവൻ റാങ്ക് നേടി എന്ന് കരുതി നിങ്ങളുടെ മൂല്യം കുറഞ്ഞു പോകുന്നില്ല. ഓരോരുത്തരും ഓരോ യാത്രയിലാണ്. പരാജയപ്പെട്ടാലും പ്രശ്നമില്ല, പക്ഷേ ശ്രമിക്കാതിരിക്കരുത്. വീണാലും പ്രശ്നമില്ല, പക്ഷേ വീണ്ടും എഴുന്നേൽക്കണം. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ വില തീരുമാനിക്കാൻ ഒരു മാർക്ക് ഷീറ്റിനോ ഒരു പരീക്ഷയ്ക്കോ ഒരു മനുഷ്യനോ അധികാരമില്ല. അത് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ്. ക്ലാസ്സിൽ നിശബ്ദത തളം കെട്ടി നിന്നു. ആ നിമിഷം ഏറ്റവും പിന്നിലിരുന്ന ഒരു കുട്ടി അറിയാതെ കൈയടിച്ചു. അത് ഏറ്റുപിടിച്ച് മറ്റുള്ളവരും. മീരയും കാർത്തിക്കും ആവേശത്തോടെ കൈയടിക്കുമ്പോൾ അമൽ അഭിമാനത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി. പാറു മാത്രം കൈയടിച്ചില്ല. അവൾ നിശബ്ദമായി ഇരുന്നു. പക്ഷെ ഏറെ നാളുകൾക്ക് ശേഷം അവൾ കണ്ണുനീർ തുടച്ചു. കണ്ണുകളിൽ ഒരു പുതിയ പ്രകാശം തെളിഞ്ഞിരുന്നു. ആദ്യമായി ആരോ ഒരാൾ അവളോട് പറയുന്നത് പോലെ, നീ തകർന്നിട്ടില്ല, നീ ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ആ വാക്കുകൾക്ക് വേണ്ടി അവൾ എത്രയോ നാളുകളായി ദാഹിച്ചിരുന്നു.